ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് റാഷിദ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാർ വിഷയം ISO OSI റഫറൻസ് മോഡലിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ISO അഥവാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടി കൊണ്ടുവന്ന റഫറൻസ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ മോഡലാണ് OSI മോഡൽ അഥവാ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ. ഈ OSI മോഡൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്കുള്ള ഡാറ്റ ട്രാൻസ്മിഷനെ 7 ലെയറായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ലെയറിനും അതിൻ്റേതായ ഓരോരോ വ്യത്യസ്ത ടാസ്കുകൾ അല്ലെങ്കിൽ അതിൻ്റേതായ ജോലികളുണ്ട്. ഈ 7 ലെയറിൽ ഏറ്റവും ആദ്യത്തെ ലെയറാണ് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറിലാണ് നമ്മൾ കാണുന്ന നെറ്റ്വർക്ക് തമ്മിലുള്ള കണക്ഷൻസ് നടക്കുന്നത്. റൂട്ടർ, ഹബ്ബുകൾ, സ്വിച്ചുകൾ, കേബിൾ കണക്ഷൻ, ഇതൊക്കെ ഫിസിക്കൽ ലെയറിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിൽ ഡിജിറ്റലായിട്ടുള്ള ഡാറ്റയെ റേഡിയോ വേവ്സ്, ഇലക്ട്രിക്കൽ ഇതുപോലെയുള്ള മറ്റ് ഫോമുകളിലുള്ള സിഗ്നലിലാക്കി മാറ്റുന്നതും ഫിസിക്കൽ ലെയറിലാണ് നടക്കുന്നത്. ഫിസിക്കൽ ലെയർ കഴിഞ്ഞാൽ രണ്ടാമതുള്ളതാണ് ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയർ ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലെയറാണ്. ഈ ലെയറിൽ എറർ ഫ്രീ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ എൻഷുർ ചെയ്യുന്നു. ഡാറ്റ ലിങ്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ OSI മോഡലിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ലെയറാണ്. ഈ ലെയറിലാണ് വിവിധ നെറ്റ്വർക്കുകൾ തമ്മിലുള്ള റൂട്ടിംഗ് നടക്കുന്നത്. ആ റൂട്ടിങ്ങിലൂടെയാണ് നെറ്റ്വർക്കുകൾ തമ്മിലുള്ള കണക്ഷൻ സാധ്യമാവുന്നത്. അതേപോലെ ഒരു ഹോസ്റ്റിൽ നിന്നും ഒരു സോഴ്സ് ഹോസ്റ്റിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്കുള്ള ഡാറ്റയുടെ ട്രാൻസ്ഫറിനെയും ഈ നെറ്റ്വർക്ക് ലെയർ റെസ്പോൺസിബിളാണ്. അത് എൻഷുർ ചെയ്യും. നെറ്റ്വർക്ക് ലെയർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിൽ ആണ് ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു സോഴ്സിൽ നിന്നും മറ്റു സോഴ്സിലേക്കുള്ള ഡാറ്റയുടെ ട്രാൻസ്പോർട്ടേഷനെ കൺട്രോൾ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഡാറ്റയുടെ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുക എന്നതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ജോലി. ട്രാൻസ്പോർട്ട് ലെയർ കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ വരുന്ന ലെയറാണ് സെഷൻ എന്ന് പറയുന്നത്. സെഷൻ ലെയർ വിവിധ യൂസർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെഷൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ യൂസർ ആപ്ലിക്കേഷൻ സെഷൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ ടെർമിനേഷൻ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് സെഷൻ ലെയറാണ്. സെഷൻ ലെയർ കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് പ്രസൻറ്റേഷൻ ലെയർ. ഈ ലെയറിലാണ് ഡാറ്റയുടെ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ, ഡാറ്റ ഫോർമാറ്റിംഗ്, ഡാറ്റ ട്രാൻസ്ലേഷൻ ഇവയൊക്കെ നടക്കുന്നത്. അപ്പം ഡാറ്റയെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റുന്നത് ഈ പ്രസൻറ്റേഷൻ ലെയറിലാണ്. അതേപോലെ തന്നെ നെറ്റ്വർക്ക്
സെഷൻ ലെയറിലൂടെ കടന്നു വരുന്ന ഡാറ്റയെ തൻ്റെ സെഷൻ ലെയറിൻ്റെ മുകളിലുള്ള പ്രസൻറ്റേഷൻ ലെയറിൻ്റെ മുകളിലുള്ള ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യുന്നതും ഇതേ ലെയറിലാണ്. പ്രസൻറ്റേഷൻ ലെയർ കഴിഞ്ഞാൽ പിന്നെ അവസാനം വരുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറാണ് ഒരു യൂസറുമായി ഏറ്റവും അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലെയറിലാണ് ആപ്ലിക്കേഷനും യൂസറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയർ നെറ്റ്വർക്കുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്ത ഡാറ്റയെ യൂസറിലേക്ക് വിവിധ ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോടുകൂടെ എത്തിച്ചു കൊടുക്കുന്നു. അതിന് ഉദാഹരണമാണ് ഇമെയിൽസ്, അതുപോലെ തന്നെ വിവിധ വെബ് പേജസ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ 7 ലെയറായി തിരിച്ച ഒരു സംവിധാനമാണ് ISOSI മോഡൽ. ഈ റഫറൻസ് മോഡൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് നാം എല്ലാവരും ഇന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളായ IP, അതേപോലെ തന്നെ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ അഥവാ TCP. ഈ TCP/IP റഫറൻസിന് വേണ്ടി ഉപയോഗിച്ച മോഡൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ OSI അഥവാ ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ മോഡലാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ സെമിനാർ ടോപ്പിക് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.